ജിൻഡോ തന്നെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് ബിഗ് ബോസിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഗബ്രി. ക്യാമറയിലൊക്കെ പോയി എന്ന് പറയുന്നുണ്ട്, എന്നെ സെക്ഷുവലി എന്താ പറയുക ഹരാസ് ചെയ്തു, അബ്യൂസ് ചെയ്തു എന്നൊക്കെ പോയിരുന്ന് പറയുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇതിനകത്ത് കോമഡി എന്ന് പറയുന്നത് ജിൻഡോയായിട്ട് ഒരു സംഭാഷണം നടക്കുന്നതിനിടയിൽ ഇയാൾ എന്തിനാ ഇങ്ങോട്ട് കയറി വരണേന്ന് നോറ ചോദിച്ചതുപോലെ തന്നെ ഗബ്രിയും ചോദിക്കുന്നു. എന്നിട്ട് എന്താ തനിക്ക് എന്നെ ലിപ് ലോക്ക് ചെയ്യാൻ വല്ല ഉദ്ദേശം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ജിൻഡോ പറഞ്ഞാൽ ഉണ്ട് എന്നങ്ങാണ്ട് പറഞ്ഞെന്ന് തോന്നുന്നു. ഓ കഴിഞ്ഞു, എന്നെ ഇതാ പീഡിപ്പിക്കാൻ വരണ ബിഗ് ബോസേ, എന്നെ ഇയാൾ ഇപ്പൊ പീഡിപ്പിക്കും ബിഗ് ബോസേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഗബ്രി. ശരിക്കും പറഞ്ഞാൽ ഒരു വിവരം വേണ്ടേ മനുഷ്യന്? ഒരു നിലവാര തകർച്ചയാണ് നമ്മൾ കാണുന്നത്. ഗബ്രി ഒരു നല്ല പ്ലെയർ ആണ് എന്നത് സംശയമൊന്നുമില്ല. പക്ഷേ ഇവരെയൊക്കെ എങ്ങനെ നമ്മളൊരു ഗെയിമർ എന്ന് പറയും? ഗെയിമർ ആണെങ്കിൽ ഇപ്പോൾ എല്ലാവരും ചേർന്ന് ഒരാളെ ബ്ലെയിം ചെയ്യുമ്പോൾ സാമാന്യ ബുദ്ധിയും ബോധം ഉള്ളവനും ചിന്തിക്കും, ഇതിന്റെ കൂട്ടത്തിൽ പോയി നിന്നാ പണി കിട്ടും, നൈസിനെ വേറൊരു സ്റ്റാൻഡ് എടുക്കാം, അവൻ ഗെയിമർ. അങ്ങനെ ചിന്തിച്ച് അവിടെ ആരെങ്കിലും നിന്നിട്ടുണ്ടെങ്കിൽ അവൻ ഗെയിമർ. ഇത് എല്ലാവരും കൂടെ ഇട്ട് കൊട്ടുന്ന കൂട്ടത്തിൽ പോയി നിന്ന് കൊട്ടുന്നുണ്ടെങ്കിൽ അവൻ ഗെയിമറാണോ അതോ മണ്ടനാണോ എന്ന് നിങ്ങൾ എന്നെ പറയുക, അല്ല ഞാൻ എന്താ പറയണ്ടേ. ഇവിടെ എന്നിട്ട് ഉന്നയിക്കുന്ന ഒരു ബ്ലെയിം എന്താണ്? സുരേഷ് ഉന്നയിച്ച ആരോപണം. അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണ് നമ്മുടെ ജിൻഡോ എന്നിവർ മനസ്സിലാക്കി. അപ്പോൾ എങ്ങനെയാണോ രതീഷിനെ നെഗറ്റീവാക്കി പുറത്താക്കാൻ കഴിഞ്ഞത്, അതേ രീതിയിൽ ഇനി ജിൻഡോയെ പുറത്താക്കണം. അവിടെ പറയുന്നുണ്ട് ആരൊക്കെയോ രതീഷ് 2.0 എന്നോ രതീഷ് സെക്കൻഡ് വെർഷൻ എന്നൊക്കെ പറയുന്നുണ്ട് പലരും. അപ്പൊ ഇവരുടെ ഉദ്ദേശം ജിൻഡോയെ മാനസികമായി തളർത്തി ഓഡിയൻസിന്റെ ഇടയിൽ നെഗറ്റീവാക്കി പുറത്താക്കാം. കാരണം സുരേഷ് പരീക്ഷിച്ച് വിജയിച്ച ഒരു സാധനമാണ് ഇങ്ങനെ ഒരു ഹരാസ്മെന്റ് ആരോപണം. അതായത് ആണുങ്ങളെ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രത്യേകതരം സീസണാണിത്. എന്റെ പൊന്ന് ഗബ്രി, ഉള്ള മാനം കളയാതിരുന്ന ഗബ്രിക്ക് കൊള്ളാം. ഇന്നലെ വരെയും ഞാൻ സത്യത്തിൽ ഗബ്രി ജാസ്മിൻ കോംബോ പുറത്ത് ഭയങ്കര നെഗറ്റീവായിട്ട് പോകുമ്പോഴും എനിക്ക് തോന്നി യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള രണ്ടുപേരല്ലേ, നമ്മൾ ഭയങ്കരമായിട്ട് അതിലേക്ക് നമ്മൾ സദാചാരം കണ്ടെത്തി അവരെ വിമർശിച്ച് അവരെ ഇല്ലാതാക്കുന്നത് ശരിയല്ല. പക്ഷെ ഇവരുടെയൊക്കെ കയ്യിരിപ്പ് കാണുമ്പോൾ സത്യത്തിൽ പ്രേക്ഷകരെ കുറ്റം പറയാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഇപ്പൊ ജിൻഡോയുടെ അടുത്ത് തന്നെ ഇയാൾ പറഞ്ഞ ബ്ലെയിം എന്താന്ന് നോക്കൂ. അപ്പോൾ ഇയാൾ അവിടെ കാണിച്ചു കൂട്ടുന്ന എന്നിട്ട് എന്താണ്? അപ്പോൾ ഇത്ര വിവരമുണ്ട് ഈ മനുഷ്യനൊക്കെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു ഗെയിം ഷോയിൽ വന്നിട്ട് ഓഡിയൻസ് ഇത് കാണുകയല്ലേ. അപ്പോൾ ഇവർ തന്നെയാണ് അവരുടെ ഫ്യൂച്ചർ സ്പോയിൽ ചെയ്ത് കളയുന്നത് ഒരു ഗെയിം ഷോയ്ക്ക് വേണ്ടിയിട്ട്. 50 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് എത്ര തരംതാണ രീതിയിൽ ഗെയിം കളിക്കാനും അല്ലെങ്കിൽ ഏത് അറ്റം വരെയും പോകാനും തയ്യാറാണ് ഇവരൊക്കെ. അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ ജിൻഡോയുടെ ഭാഗത്ത് മിസ്റ്റേക്സ് വന്നപ്പോൾ അതിനെ അതിരൂക്ഷമായി വിമർശിച്ച് വീഡിയോ ചെയ്ത ആളാണ്. അതെനിക്ക് എവിടെ എണീറ്റ് എന്ന് പറയാൻ പറ്റും. ഇന്നലെ ജിൻഡോ അതുപോലെ പാരൻസുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ സ്റ്റേറ്റ്മെന്റ്, അതിനെ വിമർശിച്ച ആളാണ് ഞാൻ. അതുപോലെ തന്നെ ഇന്നലെ വരെ ഗബ്രിയുടെ ചില ഗെയിം സ്ട്രാറ്റജീസ് നല്ലതായിരുന്നു, പ്രൊവോക്കിംഗ് ഗെയിം നല്ലതായിരുന്നു എന്നും പറഞ്ഞു. പക്ഷെ അയാൾ ഇത്ര തറയായിട്ട് ഗെയിം കളിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ. ഇന്ന് അയാൾ കളിച്ചത് വെറും ചീപ്പ് ഗെയിമാണ്. ലിപ്പ് ലോക്ക് ചെയ്യാൻ വരുന്ന പോലും ഇവൻ ആരുടെ